എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന മോശയുടെ കഥയും ഈജിപ്തിലെ നടക്കിയ 10 ബാധകളും ചെങ്കടൽ വിഭജനവുമൊക്കെ കേവലം ഒരു ആത്മീയ കഥ മാത്രമാണോ, അതോ ലോക ചരിത്രവും പുരാവസ്തു ഗവേഷണങ്ങളും ശരിവെക്കുന്ന നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണോ? ദൈവത്തിന് മുന്നിൽ അഹങ്കരിച്ചു നിന്ന ഫറവോൻ രാജാവിന്റെ അന്ത്യം ചെങ്കടലിലെ ആഴങ്ങളിലേക്ക് സംഭവിച്ചു എന്നതിന് എന്തെങ്കിലും ചരിത്രപരമായ തെളിവുകളുണ്ടോ? സൂര്യദേവനെ ആരാധിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ ഈജിപ്ത് വെറുമൊരു മരവടിയുമായി വന്ന ദൈവത്തിന്റെ ദാസന് മുന്നിൽ തകർന്നു തരിപ്പണമായത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ബൈബിളിലെ പുറപ്പാട് പുസ്തകം വിരൽ ചൂണ്ടുന്ന ആത്മീയ സത്യങ്ങൾ മാത്രമല്ല, മറിച്ച് ചരിത്രവും പുരാവസ്തു ഗവേഷകരും കണ്ടെത്തിയ അത്ഭുതകരമായ ചില തെളിവുകൾ കൂടിയാണ്. ബൈബിളിൽ പറയുന്ന അതേ 10 ബാധകളെ കുറിച്ച് ഈജിപ്ഷ്യൻ രേഖകളിൽ എഴുതപ്പെട്ട ഇബുവർ പാപ്പിറസ് തെളിവുകൾ ഈജിപ്തിന് വെളിയിലുള്ള ചരിത്രത്തിൽ ഇസ്രയേൽ എന്ന ജനവിഭാഗത്തെ കുറിച്ച് ആദ്യമായി പ്രതിപാദിപ്പിക്കുന്ന കെയ്റോ മ്യൂസിയത്തിലെ ഈ തെളിവുകളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് ഒന്നാണ്: ദൈവത്തിന്റെ വചനം സത്യമാണ്. ബൈബിൾ കേവലം കഥകളുടെ പുസ്തകമല്ല, അത് ജീവനുള്ള ചരിത്രമാണ്. കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളിൽ നിന്ന് മിഥ്യാൻ മരുഭൂമിയിലെ ആട്ടിടയിലേക്ക്, അവിടെ നിന്ന് ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനിലേക്കുള്ള മോശയുടെ 120 വർഷത്തെ അതിശയകരമായ ജീവിതയാത്ര നമ്മളിന്ന് പൂർണ്ണമായി വിശകലനം ചെയ്യും. ദൈവം തന്റെ ജനത്തിന്റെ നിലവിളി കേട്ടപ്പോൾ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത തന്റെ നിയമമോർത്ത് എപ്രകാരമാണ് അവരെ അസാധ്യമായ വഴിയിലൂടെ വിടിവിച്ചതെന്ന് നാം കാണും. നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് ചെങ്കടൽ പോലുള്ള പ്രതിസന്ധികളും ശത്രുവിന്റെ ഭീഷണികളും ഉണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയും വിശ്വാസത്തെയും പുതിയൊരു തലത്തിലേക്ക് ഉയർത്തും തീർച്ച. ഈ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് ദൈവവചനത്തിന്റെയും ചരിത്രത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. ഈ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യാക്കോബ് മക്കളും ഈജിപ്തിലേക്ക് വരുന്നത് യോസേഫിന്റെ കാലത്താണ്. അന്ന് ഈജിപ്ത് ഇസ്രായേലരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ തലമുറകൾ കടന്നുപോയി. യോസേഫിനെ അറിയാത്ത ഒരു പുതിയ ഫറവോൻ ഈജിപ്തിന്റെ ഭരണാധികാരിയായി വന്നു. ഈജിപ്തുകാർ ഇസ്രായേൽ ജനത്തിന്റെ പെരുപ്പവും ശക്തിയും കണ്ടു ഭയന്നു. ഇവർ നമ്മേക്കാൾ ശക്തരായാൽ, ഒരു യുദ്ധമുണ്ടായാൽ ഇവർ നമ്മുടെ ശത്രുക്കളോടൊപ്പം ചേരും എന്ന് ഫറവോൻ ഭയന്നു. അങ്ങനെ ഇസ്രായേലരെ ശക്തമായ അടിമത്തത്തിൽ താഴ്ത്തി. കളിമണ്ണും ഇഷ്ടികയും കൊണ്ട് വേല ചെയ്യിപ്പിച്ചും വയൽവേലകളിൽ കഠിനമായി പീഡിപ്പിച്ചും അവർ ആ ജനത്തെ തളർത്താൻ ശ്രമിച്ചു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, എത്രത്തോളം പീഡിപ്പിച്ചുവോ അത്രത്തോളം ആ ജനം പെരുകിക്കൊണ്ടേയിരുന്നു. ഇതോടെ ഫറവോൻ മറ്റൊരു ക്രൂരമായ ഉത്തരവിട്ടു: ഹീബ്രു സ്ത്രീകൾക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുക. മനുഷ്യന്റെ പ്ലാനുകൾ ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ എത്ര നിസ്സാരമാണെന്ന് നമ്മൾ കാണാൻ പോകുന്നതിന്റെ തുടക്കമായിരുന്നു അത്. വിടുതലിന്റെ ഒരു രക്ഷകനെ ദൈവം ഒരുക്കാൻ ഒരുങ്ങിയത് ഈ ഇരുണ്ട കാലഘട്ടത്തിലാണ്. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത ഉടമ്പടി അവിടെ നോർത്തു. അങ്ങനെ ലേവി ഗോത്രക്കാരനായ അമ്രാമിന്റെയും യഹോബേദിന്റെയും മകനായി മോശ ജനിച്ചു. കുഞ്ഞ് ജനിച്ചപ്പോൾ അവൻ സുന്ദരനാണെന്ന് കണ്ട് അവന്റെ അമ്മ 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു. ഇനി ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ജന്മം കൊടുത്ത ആ അമ്മ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? പപ്പേറസ് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി മിനുക്കി അതിലൽപ്പം കീൽ പൂശി കുഞ്ഞിനെ അതിൽ കിടത്തി നൈൽ നദിയുടെ തീരത്തെ ഈറ്റക്കാട്ടിൽ വെച്ചു. അടുത്തു തന്നെ അവന്റെ സഹോദരിയായ മിരിയം ഇതൊക്കെ നിരീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. ഇത്ര അത്ഭുതകരമാണ് ദൈവത്തിന്റെ വഴികൾ. ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉത്തരവിട്ട അതേ ഫറവോന്റെ മകൾ നദിയിൽ കുളിക്കാൻ വന്നപ്പോൾ ഈ പെട്ടി കണ്ടു. പെട്ടി തുറന്നപ്പോൾ കരയുന്ന ഒരു എബ്രായ കുഞ്ഞിനെ അവൾ കണ്ടു. അവൾക്ക് അവനോട് അലിവ് തോന്നി. ഉടൻ തന്നെ മിരിയാം മുൻപോട്ട് വന്ന് ചോദിച്ചു: ഈ കുഞ്ഞിന് മുല കൊടുക്കാൻ ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചോണ്ട് വരട്ടെയോ? ഫറവോന്റെ മകൾ സമ്മതിച്ചപ്പോൾ മിരിയാം പോയി വിളിച്ചു കൊണ്ടുവന്നത് മോശയുടെ സ്വന്തം അമ്മയായ യഹോബേദിനെ ആയിരുന്നു. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് കൂലി വാങ്ങുന്ന അമ്മ. ദൈവത്തിന്റെ ആസൂത്രണം എത്ര മഹത്തരമാണ്! പിന്നീട് ആ കുട്ടി വളർന്നു വലുതായപ്പോൾ അവന് ഫറവോന്റെ മകളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അവന് മോശ എന്ന് പേരിട്ടു. എന്താണ് ഈ പേരിന്റെ അർത്ഥം? വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കപ്പെട്ടവൻ. അങ്ങനെ മോശ ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്നു. ഈജിപ്തുകാരുടെ സകല ജ്ഞാനവും അവൻ അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായിരുന്നു എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ മോശയ്ക്ക് 40 വയസ്സായപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി: തന്റെ സഹോദരന്മാരായ ഇസ്രായേലരെ കാണണം. അവിടെ വെച്ച് ഒരു ഈജിപ്തുകാരൻ ഒരു എബ്രായനെ ഉപദ്രവിക്കുന്ന കണ്ട മോശ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മൂടി. പിറ്റേന്ന് 2 ഇസ്രായേലിയർ വഴക്കിടുന്നത് കണ്ട് ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അവർ ചോദിച്ചു: ഇന്നലെ ആ ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാനാണോ നിന്റെ ഭാവം? താൻ ചെയ്ത കാര്യം പരസ്യമായി എന്ന് മനസ്സിലാക്കിയ മോശ ഭയന്നു. ഫറവോൻ ഇതറിഞ്ഞ് മോശയെ കൊല്ലാൻ തിരഞ്ഞു.
അങ്ങനെ രാജകൊട്ടാരത്തിലെ സകല സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് മോശ മിദ്യാൻ ദേശത്തേക്ക് ഓടിപ്പോയി. ഒരു രാജകുമാരനിൽ നിന്ന് മിദ്യാൻ മരുഭൂമിയിലെ ഒരു ആട്ടിടയിലേക്കുള്ള മാറ്റം. അവിടെ അവൻ മരുഭൂമിയിലെ 40 വർഷം ആടുകളെ മേയിച്ചു. മോശ വിചാരിച്ചത് തന്റെ ജീവിതം അവിടെ തീർന്നു എന്നാണ്. രാജകൊട്ടാരത്തിലെ കഴിവുകളോ അധികാരമോ ഒന്നുമില്ലാതെ വടിയും പിടിച്ച് മരുഭൂമിയിൽ നടക്കുന്ന വെറും ഒരു ആട്ടിടയൻ. എന്നാൽ ദൈവം തന്റെ ആളുകളെ ഒരുക്കുന്നത് മരുഭൂമികളിലാണ്. മോശയുടെ കൊട്ടാരത്തിലെ 40 വർഷത്തെ അഹങ്കാരത്തെ ദൈവം മരുഭൂമിയിലെ 40 വർഷം കൊണ്ട് വിനയമാക്കി മാറ്റി. മോശയ്ക്ക് 80 വയസ്സായപ്പോൾ ദൈവം അവനെ സന്ദർശിച്ചു. ഹൊറേബ് പർവ്വതത്തിൽ വെച്ച് കത്തുന്ന മുൾപ്പടർപ്പ് മോശ കണ്ടു. മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് വെന്തു പോകുന്നില്ല. അത്ഭുതം കാണാൻ അടുത്തേക്ക് ചെന്ന മോശയോട് ദൈവം അരുൾ ചെയ്തു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭവനമാകയാൽ നിന്റെ ചെരുപ്പ് കാലിൽ നിന്ന് ഊരിക്കളയുക. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായ യഹോവയാകുന്നു. ദൈവം മോശയോട് പറഞ്ഞു, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ വിടിവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കും. പക്ഷേ മോശ ഭയന്നു. അവൻ ദൈവത്തോട് ഒഴിവു കഴിവുകൾ പറഞ്ഞു. ഞാൻ ആരാകുന്നു? എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എന്റെ നാവ് മന്ദതയുള്ളതാണ്. ദൈവം മോശയോട് ചോദിച്ചു, മനുഷ്യന് വായ കൊടുത്തത് ആര്? ഊമനെയും ബധിരനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കുന്നത് യഹോവയായ ഞാനല്ലയോ? അവസാനം തന്റെ ജ്യേഷ്ഠനായ അഹറോനെയും കൂട്ടി മോശ ഈജിപ്തിലേക്ക് തിരികെ യാത്രയായി. കയ്യിൽ ദൈവത്തിന്റെ വടിയുമായി മോശയും അഹ്റോനും ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് എത്തി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു, എന്റെ ജനം എനിക്ക് മരുഭൂമിയിൽ ഉത്സവം ആഘോഷിക്കേണ്ടതിന് അവരെ വിട്ടയക്കുക. ഫറവോന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? യഹോവ ആരാണ്? ഞാൻ അവന്റെ വാക്ക് കേട്ട് ഇസ്രായേലിനെ വിട്ടയക്കേണ്ടത് എന്തിന്? ഞാൻ യഹോവയെ അറിയുന്നില്ല, ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. പുറപ്പാട് 5:2. ഇത് കേവലം ഫറവോന്റെ അഹങ്കാരം മാത്രമല്ല, അന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്ന വ്യാജ ദൈവങ്ങളുടെയും അവയിൽ അധിവസിച്ചിരുന്ന അന്ധകാര ശക്തികളുടെയും അഹങ്കാരമായിരുന്നു. കാരണം ഈജിപ്തുകാർ ഫറവോനെ തന്നെ ഒരു ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ ജീവനുള്ള ദൈവമായ യഹോവ ആരാണെന്ന് ഫറവോന് കാണിച്ചു കൊടുക്കാൻ സമയമായി. ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കി. ഇസ്രായേലിയരുടെ ജോലിയുടെ ഭാരം അവൻ വർദ്ധിപ്പിച്ചു. എന്നാൽ ദൈവം തന്റെ കൈ ഈജിപ്തിന്മേൽ നീട്ടി. ദൈവം ഈജിപ്തിന്മേൽ അയച്ച 10 ബാധകൾ കേവലം അത്ഭുതങ്ങൾ ആയിരുന്നില്ല, മറിച്ച് ഈജിപ്തിലെ ഓരോ വ്യാജ ദൈവങ്ങൾക്കുമെതിരെയുള്ള സർവശക്തനായ യഹോവയുടെ ന്യായവിധിയായിരുന്നു. 1. നൈൽ നദി രക്തമായത്. ഈജിപ്തുകാർ നൈൽ നദിയെ ഹപ്പി എന്ന ദൈവവുമായി ആരാധിച്ചിരുന്നു. മോശ വടികൊണ്ടടിച്ചപ്പോൾ നൈൽ നദി മുഴുവൻ രക്തമായി മാറി. 2. തവളകളുടെ ബാധ. ഫലഭൂഷതയുടെ ദൈവമായ ഹെക്കറ്റ് എന്ന തവളത്തലയുള്ള ദേവതയെ തകർക്കാൻ നാട് മുഴുവൻ തവളകളെ കൊണ്ട് നിറച്ചു. 3. പേൻ ബാധ. ഭൂമിയുടെ ദൈവമായ ഗെബിനെ നാണം കെടുത്തിക്കൊണ്ട് ഭൂമിയിലെ പൊടികളെല്ലാം പേനായി മാറി. 4. ഈച്ചബാധ. ഈജിപ്തിലെ ജനങ്ങളെയും കൊട്ടാരങ്ങളെയും ഈച്ചകൾ മൂടി. 5. മൃഗങ്ങളുടെ വ്യാധി. കാളദൈവമായ ആപ്പീസിനെയും പശുദൈവമായ ഹാബേദിനെയും തകർത്തുകൊണ്ട് മൃഗങ്ങൾ ചത്തൊടുങ്ങി. 6. പോളബാധ, അതായത് കുരുക്കൾ. വൈദ്യശാസ്ത്രത്തിന്റെ ദൈവങ്ങളെ നിസ്സാരമാക്കി മനുഷ്യർക്കും മൃഗങ്ങൾക്കും ശരീരത്തിൽ പൊള്ളുന്ന കുരുക്കൾ ഉണ്ടായി. 7. കൽമഴ. ആകാശത്തിലെ ദൈവങ്ങളെ നിർവീര്യമാക്കി വൻ കൽമഴ പെയ്ച്ചു. 8. വെട്ടുകിളി ബാധ. ഈജിപ്തിലെ സകല കൃഷിയും വെട്ടുകിളികൾ തിന്നു തീർത്തു. 9. അന്ധകാരം. ഈജിപ്തുകാരുടെ പ്രധാന ദൈവമായ സൂര്യദേവനെ നിഴലാക്കിക്കൊണ്ട് 3 ദിവസം മൂടിയ അന്ധകാരം ആ ദേശത്തുണ്ടായി. ഓരോ ബാധ വരുമ്പോഴും ഫറവോൻ പറയും, ഞാൻ നിങ്ങളെ വിടാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. എന്നാൽ ബാധ മാറുമ്പോൾ അവൻ വീണ്ടും ഹൃദയം കഠിനമാക്കും. ഒടുവിൽ ദൈവത്തിന്റെ അന്തിമവും ഭയങ്കരവുമായ ന്യായവിധി വന്നു. 10ാമത്തെ ബാധ. കന്നുകാലികളുടെയും മനുഷ്യരുടെയും ആദ്യജാതന്മാരുടെ സംഹാരം. ഇവിടെയാണ് ബൈബിളിലെ ഏറ്റവും വലിയ നിഴലായ പെസഹ ആരംഭിക്കുന്നത്. ദൈവം ഇസ്രായേലിയർക്ക് ഒരു കൽപ്പന കൊടുത്തു. 1 വയസ്സുള്ള ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ രക്തം വീടിന്റെ കട്ടല കാലുകളിൽ മേൽപ്പടിയിലും പൂശണം. സംഹാരദൂതൻ വരുമ്പോൾ ആ രക്തം കാണുന്ന വീടുകളെ ലംഘിച്ചു കടന്നു പോകും. പ്രിയമുള്ളവരെ, ആ രാത്രി ഈജിപ്തിൽ വലിയൊരു നിലവിളി ഉയർന്നു. ഫറവോന്റെ കന്നിമകൻ മുതൽ തടവറയിലുള്ളവന്റെ കന്നിമകൻ വരെ സകല ആദ്യജാതന്മാരും മരിച്ചു വീണു. അന്ന് രാത്രി ഫറവോൻ മോശയോടും അഹ്റോനോടും വിളിച്ചു പറഞ്ഞു, നിങ്ങളും ഇസ്രായേൽ മക്കളും എഴുന്നേറ്റ് എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ. അങ്ങനെ 430 വർഷത്തെ അടിമത്തത്തിന് ശേഷം ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. പകൽ മേഘത്തൂണായും രാവിൽ അഗ്നിത്തൂണായും ദൈവം അവരുടെ മുൻപിൽ നടന്നു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. ഫറവോനും അവന്റെ പ്രഭുക്കന്മാരും ചിന്തിച്ചു, നമ്മെ സേവിച്ചിരുന്ന ഇസ്രായേലിയരെ വിട്ടയച്ചത് കൊണ്ട് നമ്മൾ എന്തൊരു മണ്ടത്തരമാണ് ചെയ്തത്. ഫറവോന്റെ ഹൃദയം വീണ്ടും കഠിനമായി. അവൻ തന്റെ 600 വിശേഷപ്പെട്ട രഥങ്ങളും ഈജിപ്തിലെ സകല രഥങ്ങളും കുതിരപ്പടയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേലിയരെ പിന്തുടർന്നു. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ തീരത്ത് പാളയമടിച്ചിരിക്കുമ്പോൾ പുറകിൽ പൊടിപടലങ്ങൾ ഉയരുന്നത് കണ്ടു. നോക്കുമ്പോൾ ഇതാ ഫറവോയും അവന്റെ മഹാസൈന്യവും വരുന്നു. മുന്നിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന ചെങ്കടൽ, ഇരുവശത്തും മലനിരകൾ, പുറകിൽ മരണവുമായി വരുന്ന ഫറവോന്റെ സൈന്യം. ഇസ്രായേൽ ജനം ഭയന്നു വിറച്ചു.
അവർ മോശയോട് നിലവിളിച്ചു, മിസ്രയീമിൽ ശവക്കുഴികൾ ഇല്ലായിരുന്നിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൊണ്ടുവന്നത്? ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ ഇടയനായ മോശ പറഞ്ഞ പ്രശസ്തമായ ആ വാക്കുകൾ കേൾക്കൂ. നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കാണുന്ന മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. പുറപ്പാട് 14:13-14. ദൈവം മോശയോട് പറഞ്ഞു, നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? ഇസ്രായേൽ മക്കളോട് മുന്നോട്ട് പോകാൻ പറക. നീ നിന്റെ വടി നീട്ടി കടലിനെ വിഭജിക്കുക. മോശ തന്റെ വടി കടലിനു മീതെ നീട്ടി. യഹോവ രാത്രി മുഴുവൻ ശക്തമായ കിഴക്കൻ കാറ്റടിച്ച് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. വെള്ളം അവരുടെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും മതിലായി നിന്നു. ഇസ്രായേൽ ജനം കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. ഇത് കണ്ട ഈജിപ്തുകാരും ഫറവോന്റെ കുതിരകളും രഥങ്ങളും അവരെ പിന്തുടർന്ന് കടലിന്റെ നടുവിലേക്ക് ഇറങ്ങി. എന്നാൽ പുലർച്ചെ ദൈവമായ യഹോവ മേഘാഗ്നി തൂണിൽ നിന്ന് മിസ്രയീമ്യരുടെ സൈന്യത്തെ നോക്കി അവരെ കലക്കി. അവൻ അവരുടെ രഥങ്ങളുടെ ചക്രങ്ങൾ അഴിച്ചു കളഞ്ഞു. അവ ഓടിക്കാൻ പ്രയാസമായി. ഈജിപ്തുകാർ നിലവിളിച്ചു, ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എന്നാൽ സമയം വൈകിപ്പോയിരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, വെള്ളം മിസ്രയീമ്യരുടെ മേൽ തിരികെ വരേണ്ടതിന് നിന്റെ കൈ കടലിനു മീതെ നീട്ടുക. മോശ കൈ നീട്ടി. നേരം പുലരുമ്പോൾ കടൽ ശക്തിയോടെ തിരികെ വന്നു. ഫറവോന്റെ രഥങ്ങളും കുതിര പടയാളികളും ഇസ്രായേലിയരുടെ പുറകെ കടലിൽ ഇറങ്ങിയ സകല സൈന്യവും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവരിൽ ഒരാൾ പോലും ശേഷിച്ചില്ല. ദൈവത്തോട് എതിർത്ത് നിന്ന, ദൈവത്തെ പീഡിപ്പിച്ച അഹങ്കാരിയായ ആ മഹാരാജാവിന്റെയും അവന്റെ സൈന്യത്തിന്റെയും അന്ത്യം ചെങ്കടലിന്റെ ആഴങ്ങളിൽ അങ്ങനെ പൂർത്തിയായി. ഇതൊരു കെട്ടുകഥയല്ല, മറിച്ച് യഥാർത്ഥ ചരിത്രമാണ് എന്ന് തെളിയിക്കുന്ന അത്ഭുതകരമായ ചില പുരാവസ്തു തെളിവുകൾ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 1. ഇപുവർ പാപ്പിറസ്. ലിയണ്ടർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന BC 13-ാം നൂറ്റാണ്ടിലെ ഒരു ഈജിപ്ഷ്യൻ രേഖയാണിത്. ഇപുവർ എന്ന ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ അന്ന് ഈജിപ്തിൽ നടന്ന ദുരന്തങ്ങളെ കുറിച്ച് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നദി രക്തമായി മാറി, നാടെങ്ങും മരണം മാത്രം, കുടിവെള്ളമില്ലാതെ ജലം വലയുന്നു, അടിമകൾ രാജാവിനെതിരെ തിരിഞ്ഞു. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന അതേ 10 ബാധകളുടെ കൃത്യമായ ഈജിപ്ഷ്യൻ രേഖയാണിത്. 2. മെർനെത്ത ശിലാഫലകം. BC 1208 ഈജിപ്ത് ഭരിച്ചിരുന്ന മെർനെത്ത എന്ന ഫറവോന്റെ ഒരു ശിലാഫലകം കെയ്റോ മ്യൂസിയത്തിലുണ്ട്. ഈജിപ്തിന് വെളിയിലുള്ള ചരിത്രരേഖകളിൽ ഇസ്രായേൽ എന്ന ജനവിഭാഗത്തിന്റെ പേര് ആദ്യമായി എഴുതപ്പെട്ടിരിക്കുന്നത് ഈ കല്ലിലാണ്. ഇസ്രായേൽ മക്കൾ നശിച്ചു, അവരുടെ വിത്ത് ഇല്ലാതായി എന്ന് ഫറവോൻ അഹങ്കാരത്തോടെ ഇതിൽ കുറിച്ചു വെച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം അന്ന് ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു ജനതയായി മാറിയിരുന്നു എന്നതിന്റെ ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ തെളിവാണിത്. 3. പ്രോസെമിറ്റിക് അടിമകളുടെ രേഖകൾ. ബ്രൂക്ലിൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു പാപ്പിറസ് രേഖയിൽ ഈജിപ്തിലെ വീടുകളിൽ ജോലി ചെയ്തിരുന്ന അടിമകളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഷിഫ്ര ഉൾപ്പെടെയുള്ള ബൈബിളിലെ ഹീബ്രു പേരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേലിയർ ഈജിപ്തിൽ അടിമകളായിരുന്നു എന്നതിന് ബൈബിളിന് പുറത്ത് വലിയൊരു തെളിവാണിത്. 4. ന്യൂബേബിയയിലെയും ചെങ്കടലിലെയും കണ്ടെത്തലുകൾ. ചെങ്കടലിന്റെ അടിത്തട്ടിൽ നടത്തിയിട്ടുള്ള അണ്ടർ വാട്ടർ ഗവേഷണങ്ങളിൽ BC 14-15 നൂറ്റാണ്ടുകളിൽ ഈജിപ്ഷ്യൻ രഥങ്ങളുടെ ചക്രങ്ങളുടെ അവശിഷ്ടങ്ങളും പവിഴപ്പുറ്റുകൾ കൊണ്ട് മൂടപ്പെട്ട കുതിരപ്പടകളുടെയും മനുഷ്യരുടെയും അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഫറവോന്റെ മഹാസൈന്യം ചെങ്കടലിൽ മുങ്ങിപ്പോയി എന്ന ബൈബിൾ സത്യത്തെ ഇത് അടിവരയിടുന്നു. ചരിത്രവും പുരാവസ്തു ഗവേഷണങ്ങളും വിളിച്ചു പറയുന്നത് ഒന്ന് മാത്രം: ദൈവത്തിന്റെ വചനം സത്യമാണ്. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ചെയ്ത വിടുതൽ ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, മോശയുടെ ജീവിതവും ഫറവോന്റെ അന്ത്യവും നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു ആത്മീയ സത്യമുണ്ട്. ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ശക്തിയും അന്ധകാരവും ഫറവോന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞു, ഹൃദയം കഠിനമാക്കി. എന്നാൽ മോശയുടെ കയ്യിൽ വെറും ഒരു മരവടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മോശയുടെ കൂടെ സർവശക്തനായ ജീവനുള്ള ദൈവമുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ചെങ്കടൽ പോലുള്ള പ്രതിസന്ധികൾ മുന്നിലുണ്ടോ? പുറകിൽ ശത്രുക്കളുടെ ഭീഷണിയുണ്ടോ? ഭയപ്പെടരുത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈജിപ്ത് ലോകത്തിന്റെ പ്രതീകമാണ്. ഫറവോൻ സാത്താന്റെയും പാപത്തിന്റെ പ്രതീകമാണ്. മോശ നമ്മെ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രവാചകനാണ്. ചെങ്കടലിലൂടെയുള്ള കടന്നുപോക്ക് ക്രിസ്തീയ സ്നാനത്തിന്റെ നിഴലാണ്. ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പാണ് നമ്മുടെ യഥാർത്ഥ പെസഹ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ഫറവോന്മാരുടെയും അഹങ്കാരത്തെയും പാപത്തിന്റെ അടിമത്തെയും തകർക്കാൻ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു വിജയം നേടിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. അവിടുത്തെ മഹാരക്ഷ നിങ്ങൾ കാണും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിന്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.